നമ്മിൽ വസിക്കുന്ന, നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വർഗം, ത്രിത്വൈക ദൈവം പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിച്ച വിസ്മയനീയമായ ഈ രഹസ്യം ആ ത്രിത്വൈക ദൈവമായിട്ട് നമുക്കൊന്ന് ലയിക്കാം. എടുത്തിട്ടുള്ളത് പാടി മിശിഹാകർത്താവ് മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹായും സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. സഹവാസം, സഹവാസം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സഹവാസം എങ്ങനെ? കൂടെ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, കൂട്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ, ഒന്നായിരിക്കണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ നമ്മൾ പറഞ്ഞാൽ എത്ര പറഞ്ഞാലും അതിനെ വർണ്ണിക്കാൻ പറ്റില്ല. അതിൻ്റെ മറ്റൊരർത്ഥം നിന്നിൽ ഞാനും മനസ്സിലായോ? അതായത് ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുമ്പോൾ തന്നെ നാം ത്രിത്വത്തിലും വസിക്കുകയാണ്. ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുമ്പോൾ തന്നെ നാം ത്രിത്വത്തിൽ വസിക്കുക. വളരെ വിസ്മയനീയമായ, മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ഒരു രഹസ്യമാണത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എപ്പോഴും പറയുന്നത് ക്രിസ്തു രഹസ്യം, സുവിശേഷത്തിൻ്റെ രഹസ്യം തന്നെ. സുവിശേഷ രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ ദൈവവും മനുഷ്യനുമായ സഹവാസം, സംസർഗം, ഇത് പഴയ നിയമത്തിലുണ്ടായിരുന്നില്ല. ബൈബിൾ എടുത്തുകൊണ്ട് ഇത് സുവിശേഷമാണെന്ന് പറഞ്ഞാൽ അത് സുവിശേഷമല്ല, അത് ബൈബിളാണ്. സുവിശേഷം എന്താണ്? സുവിശേഷം ഇപ്പം അച്ഛൻ സുവിശേഷം വായിക്കാൻ കൊണ്ടുവരില്ലേ, അത് സുവിശേഷമാവില്ല. 4 സുവിശേഷം, 4 സുവിശേഷം. അപ്പം എന്താണ് ഇതിൻ്റെ വ്യത്യാസം? ഈ വ്യത്യാസം മനസ്സിലാക്കണം. ഏറ്റവും പ്രധാന വ്യത്യാസം മനുഷ്യാവതാരത്തിലൂടെ എൻ്റെ ഉണ്ണീശോ, ഏറ്റവും പ്രധാന വ്യത്യാസം ഈ മനുഷ്യാവതാരത്തിലൂടെ ഇപ്പം നമ്മളുടെ കുർബാനയിൽ അത്യുന്നതമാം സ്വർഗ്ഗത്തിൽ ഇതിന് നമ്മൾ പാടുന്നുണ്ട്. ഇതിനു മുമ്പുള്ള കുർബാന പുസ്തകത്തിലെ മനുഷ്യാവതാര കീർത്തനം എന്നാണ് അതിനെ എഴുതിയിരുന്നത്. മനുഷ്യാവതാര കീർത്തനം. അപ്പോൾ ഇത് ആര് പാടിയ പാട്ട്? ഇത് ആരെഴുതിയതാണ് ഈ പാട്ട്? ഇത് ആരെഴുതിയതാ? മാലാഖമാർ എഴുതിയതാണ്.
മാലാഖമാര് പാടിയതാണ്. ബൈബിളിൽ ആരും എഴുതാത്ത ഒരു പാട്ടുണ്ട്, അതാണിത്. സ്വർഗം മുഴുവനും സകല വാദ്യാഘോഷങ്ങളോടെ പാടി. എന്തുകൊണ്ടാണ്? പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ കാത്തിരുന്ന ഒരു രഹസ്യം ദൈവം മനുഷ്യനായി അവതരിക്കുന്നു. ആ മനുഷ്യനായി അവതരിക്കുന്ന നിമിഷം സ്വർഗം മുഴുവനും മാലാഖമാര് മുഴുവനും കാത്തിരുന്നുകൊണ്ട്, അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഈ മാലാഖമാർ ആകാശത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന കുറേ ആൾക്കാരാണെന്നാണ്. അങ്ങനെയൊന്നുമല്ല അതിൻ്റെ കണക്ക്. മാലാഖമാര് ഭൂസ്വർഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കോടാനുകോടി മാലാഖമാരുണ്ട്. അവർ പാടി സ്തുതിച്ചു. ആ മാലാഖമാർ ഒരു കൂട്ടർക്ക് സന്ദേശം അറിയിച്ചു. അവര് വലിയ രാജാക്കന്മാരോ അല്ലെങ്കിൽ ഇസ്രായേലിലെ പ്രധാന പുരോഹിതനോ ഒന്നുമല്ല. ആർക്കാണ് അവർ നേരിട്ട് സന്ദേശം കൊടുത്തത്? ഇടയന്മാർ, ആട്ടിടയന്മാർ. ദരിദ്രരായിട്ടും ഏറ്റവും ലളിതമായിട്ട് ജീവിക്കുന്നവർ. അവർക്ക് ഈ സന്ദേശം കിട്ടിയിട്ട് അവർ അവിടെ നിന്ന് ഒറ്റ ഓട്ടമാണ്. നമുക്ക് ഓടണം, ഉടനെ പോയി ബത്ലഹേമിൽ പോയിട്ട് ഈ രഹസ്യം കാണണം. എന്നാൽ 3 രാജാക്കന്മാര് അങ്ങ് ദൂരെ നിന്ന് വന്ന് ജെറുസലേമിൽ വന്ന് പറഞ്ഞു, എവിടെയാ ആ രാജാവ് പറഞ്ഞിരിക്കണേ? ഏത് രാജാവ്? ഇവിടെ ഒരു രാജാവ് പറഞ്ഞിട്ടുണ്ട്. ഹെരോദേസിന് ആകെ വിഭ്രാന്തിയായി. ഇവിടെ വേറെ രാജാവ് പറയണം. അപ്പൊ ഞാനില്ല ഇവിടെ, ഇനി വേറെ രാജാവിൻ്റെ ആവശ്യം എന്താണ്? പ്രധാന പുരോഹിതന്മാരെ പറഞ്ഞു, ആ അങ്ങനെ എഴുതിയിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് യാതൊരു ഫീലും തോന്നില്ല. ഈ രാജാക്കന്മാരുടെ കൂടെ അങ്ങ് ദൂരദേശത്തു നിന്ന് വന്നേക്കണ ഈ രാജാക്കന്മാർ ക്രിസ്ത്യാനികളായിരുന്നോ? ആയിരുന്നോ? യഹൂദരായിരുന്നോ? അല്ല, അവർ ജാതീയ രാജാക്കന്മാരായിരുന്നു. അവരാണ് ആദ്യം ഈശോയെ ആരാധിക്കാൻ വന്നത്. എന്നാൽ അവരോടൊപ്പം ഞങ്ങളും നിങ്ങളോടൊപ്പം വന്ന് ആരാധിക്കാമെന്ന് ഒരാളും പറഞ്ഞില്ല. അവിടെ ആലോചിച്ച് നോക്കി. പ്രവചനമുണ്ട്. ബത്ലഹേം എഫ്രാത്ത. പക്ഷെ അവർക്ക് അതെന്തുകൊണ്ട് അങ്ങനെ തോന്നിയില്ല? ആ പ്രവചനം പൂർത്തിയാകേണ്ട സമയമായല്ലോ. ആ പ്രവചനം അനുസരിച്ച് ഉണ്ണി പിറക്കണോ എന്നല്ലേ ഇവർ വന്നേക്കളതിൻ്റെ അർത്ഥം. എന്നാൽ നമുക്കും പോയി ആരാധിക്കാമെന്ന് അവർക്ക് തോന്നിയില്ല. കണ്ടോ? ഈ പ്രവചനം മുഴുവനും അറിയാവുന്നവരാണ്. എനിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഞാനത് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് തോന്നിയില്ല? അച്ഛൻ പറഞ്ഞ മാതിരി വിശ്വാസത്തിൻ്റെ തലമാണത്. പ്രവചനമുണ്ട്, വചനമൊക്കെ അറിയാം, പക്ഷെ അവർക്കതിന് വിശ്വാസമില്ല. പ്രവചനമുണ്ട്, ഉണ്ണി പിറക്കും, ഇങ്ങനെ മിശിഹാ പിറക്കും, ഇസ്രായേലിൽ പുതിയ യഹൂദർക്കൊരു പുതിയ രാജാവ് പിറക്കും എന്നൊക്കെ പറഞ്ഞ് പ്രവചനമുണ്ട്. പക്ഷെ അവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ വിശ്വാസം കൊടുത്തിട്ടില്ല. എന്നാൽ ഈ പാവപ്പെട്ട ആട്ടിടയന്മാർ ഇത് കേട്ടിട്ട്, ആ വചനം ഒന്ന് വായിക്കാം നമ്മളെ. ലൂക്ക 2:11. ദാവീദിന്റെ ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട,
ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇപ്പൊ ആ പാട്ട് പാടാം. ആരാധന എഴുതി ചോദിക്കുമ്പോൾ നമ്മൾ പാടാറില്ലേ? നരവിമോചനമേ ഇവിടെ 3 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഈ പറഞ്ഞിരിക്കുന്ന ഉണ്ണി ആരാണ്? മിശിഹായാണ്, കർത്താവാണ്, രക്ഷകനാണ്. ഇത് 3 സത്യവും ഒറ്റ വചനത്തിലുള്ള ബൈബിളിലെ ഏക വചനം ഇതാണ്. ഈ 11 2:11 കണ്ടോ? സന്ദേശത്തിൻ്റെ ആ ഗിസ്റ്റ്, അതിൻ്റെ എസൻസ്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവ് ആയ ക്രിസ്തു. കണ്ടോ? 3 സംജ്ഞ, 3 രഹസ്യം, 3 സത്യം ഒറ്റ സെന്റൻസിൽ, വേറെ എവിടെയുമില്ല. എന്നിട്ട് മാലാഖമാര് പാട്ട് പാടി ആ ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ഈ കുർബാനയുടെ ഏത് കുർബാനയിലും, ലത്തീൻ കുർബാനയിലായാലും സുറിയാനിയിലായാലും മലങ്കരയിൽ ഇങ്ങനെ ഒരു ഗാനമുണ്ട്, അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥനയായിട്ടുണ്ട്. നിന്നെ പ്രസവിച്ച മറിയാമിനോടും അങ്ങനെ ആ ഒരു പ്രാർത്ഥന. ആ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യത്തിലൂടെയാണ് ബലിയർപ്പണം ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ലോകത്തിൻ്റെ മുഴുവനും ഒരു ടേണിംഗ് പോയിന്റ്. പ്രപഞ്ചം മുഴുവനെയും വിഭജിച്ചു. BC AD, ബിഫോർ ക്രൈസ്റ്റ്. AD എന്ന് പറഞ്ഞാൽ എന്താ? ആഫ്റ്റർ ക്രൈസ്റ്റ് എന്നല്ല, ആനാ ഡോമിനി എന്ന് പറഞ്ഞാൽ ദ എറ ഓഫ് ദ ലോർഡ്, ദ എറ. അപ്പോൾ പ്രപഞ്ചം മുഴുവനെയും ഒരു പുതിയ സംവിധാനമാക്കിയിരിക്കുകയാണ് ഈശോയുടെ ജനനത്തിലൂടെ. അതായത് സകല മനുഷ്യരും ഈ യേശുക്രിസ്തുവിൽ ഒന്നാക്കിക്കൊണ്ട്, മനുഷ്യന് മാത്രമല്ല ജീവജാലങ്ങളും സൃഷ്ടി പ്രപഞ്ചം മുഴുവനും യേശുവിൽ ഒന്നായിരിക്കുന്നു. ആ ആലാപനത്തിലൂടെ സമയത്ത് വിശുദ്ധ ബലി അർപ്പണത്തിൽ ഈ സംഭവത്തിൻ്റെ പരിക്രമം നടക്കുകയാണ്, അതിൻ്റെ അനുസ്മരണം നടക്കുകയാണ്. നമ്മളെല്ലാവരും ആ ക്രിസ്തുവിനോടൊപ്പം, ആ യേശുവിനോടൊപ്പം ഒന്നാകുന്ന നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇവിടെ നിന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥായിയായിട്ടുള്ള ദൈവാനുഭവം ആരംഭിക്കേണ്ടതും. കുർബാനയിൽ തന്നെയുള്ള അനുഭവം മുഴുവനും ഈ മനുഷ്യാവതാരത്തിൽ തുടങ്ങണം. അപ്പോൾ അവിടുത്തെ 2 പോയിന്റ് ഇതാണ്. ഒന്ന്, മാലാഖമാർ പാടിയത്, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള. അവിടെ നിന്ന് തന്നെ ഈ രക്ഷയുടെ ആ ലോകരക്ഷകനാണ്, ഈശോ ലോകരക്ഷകനാണ് എന്നുള്ള സത്യം അവിടെ തന്നെ പ്രഘോഷിച്ചിട്ടുണ്ട്. സകല ജനത്തിനും
രണ്ടാമത് വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത, സുവിശേഷം. എല്ലാവരും പാപികളാണ്, പക്ഷെ ഇപ്പൊ സന്തോഷിക്കുകയും നിങ്ങളുടെ ആ പാപത്തോടെ നിങ്ങളെ കർത്താവ് ഏറ്റെടുത്ത് ആ പാപം ക്രിസ്തു ശുദ്ധീകരിച്ച് നിങ്ങളെ ഒരു പുത്തൻ മനുഷ്യനാക്കി മാറ്റും. വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത, സുവിശേഷം. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി 3 കാര്യം എന്താണ്? ഒരു രക്ഷകൻ, കർത്താവ്, ക്രിസ്തു, മിശിഹ. മാനവ രക്ഷകനെ ഓക്കെ. ഇനി ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. ഉടനെ രാത്രി തന്നെ കർത്താവ് നമ്മെ അറിയിച്ച, ശ്രദ്ധിച്ചോട്ടോ അവിടുത്തെ വാക്ക്, നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അതെല്ലാവരും പറഞ്ഞ്, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. ഷോത് എൻ്റെ മേല് ഭയങ്കരമായിട്ട് പൊടിത്തരിക്കും. എന്തൊരഭിഷേകം! ഈ സംഭവം ഒരു നിസ്സാര കാര്യമല്ല. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതായിരിക്കും നിങ്ങൾക്കുള്ള ഒരു അടയാളം, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ്. അതുകൊണ്ടാണ് ഞാൻ ഈ പിള്ളക്കച്ച കൊണ്ട് നടക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? സത്യം. ഈ പിള്ളക്കച്ചയ്ക്ക് വളരെ വലിയ അർത്ഥമുണ്ട്. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അതാണ് അടയാളം. അല്ല, മുഴുവനായില്ല. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അവര് ഈ സംഭവം കാണാൻ ഓടുകയാണ്. നമുക്ക് പോയിട്ട് ഈ സംഭവം കാണാം. അപ്പൊ ഈ പിള്ളക്കച്ചയ്ക്ക് ഉള്ള മറ്റൊരു, ഈ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ ഈ അവസ്ഥ ഇതുപോലെ തന്നെയായിരുന്നു ഈശോയെ മരണശേഷം അവർ പൊതിഞ്ഞു. കണ്ടോ? പൊതിഞ്ഞു. ഇതുപോലെ ഒരു കച്ച. ഇവിടെ ഇപ്പൊ അൾത്താരയിൽ കാണുന്നൊരു ചിത്രമുണ്ട്. അൾത്താരയിൽ എന്താണ് കബറിടം തുറന്നു, അവിടെ ഒരു കച്ച കിടക്കണം, ഇല്ലേ? അതായിരുന്നു ഉയർത്തെഴുന്നേറ്റതിൻ്റെ അടയാളം. ഈശോയെ പൊതിഞ്ഞ ആ കച്ച മാത്രം അവിടെ ഉള്ളൂ.
അപ്പോൾ ഈ കച്ചയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഓക്കെ, എനിവേ, അപ്പം നമ്മളിത് പറയാൻ കാരണം നമ്മളിലുള്ള ക്രിസ്തു സാന്നിധ്യം, നമ്മളിലുള്ള ദൈവ സാന്നിധ്യത്തെയാണ് നമ്മൾ ആരാധിക്കണം, സ്തുതിക്കണം. നമ്മൾ സ്തുതിക്കുമ്പോഴെല്ലാം എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തെ അല്ല, എവിടെയോ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അല്ല, നമ്മിൽ തന്നെ വസിക്കുന്ന ദൈവം. എങ്ങനെ ദൈവം നമ്മിൽ വസിക്കുന്നു? അതിൻ്റെ ആ യഥാർത്ഥ, അച്ഛൻ പറഞ്ഞ മാതിരി ഡോഗ്മാറ്റിക്, അതായത് വിശ്വാസ സത്യങ്ങൾ പഠിക്കണം. ഇപ്പം ഞാൻ കാറ്റഗിസം അധികം എടുക്കണില്ല. അടുത്ത ഇനി ഇപ്പോൾ സാബുബ്രദറും അച്ഛനും എല്ലാം പറഞ്ഞ് ഊരി വീണ്ടും നമുക്കിങ്ങനെ ഒന്ന് നടത്തണം. വേണോ? എന്താ പറയണേ? വേണോ? അപ്പം നമുക്ക് കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് പോകാം. അപ്പോഴേക്കും നിങ്ങൾ ഈ കാറ്റഗിസം പുസ്തകം ഇല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. കാറ്റഗിസം. അപ്പോൾ നമ്മുടെ വിശ്വാസം വളരണമെങ്കിൽ കുറച്ച് അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ ഞാൻ ഈ പറയണതിനൊക്കെ അതിനകത്ത് റെഫറൻസ് ഉണ്ട്. അതൊക്കെ എടുത്ത് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകാം. അപ്പം അങ്ങനെ നമ്മിൽ വസിക്കുന്ന സ്ത്രീത്വവുമായിട്ടുള്ള, സുറിയാനിയിലൊരു വാക്കുണ്ട്, അച്ഛൻ ക്ഷമിക്കണം, ഞാൻ സുറിയാനിയൊക്കെ പറയുന്നുണ്ട്, നമുക്ക് ഒന്നും വലിയ അറിവൊന്നുമില്ല, എങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ ഇതാണ്. സൗത്താപൂസ എന്നാ പറയുന്നത്. സൗത്താപൂസ, സംസർഗം. ഇപ്പോൾ വിവാഹിതരായവർക്ക് അത് എളുപ്പം മനസ്സിലാവും. നമ്മൾ വിവാഹം പള്ളിയിൽ കഴിഞ്ഞാലും വിവാഹം യഥാർത്ഥമാകുന്നത് ഭാര്യയും ഭർത്താവും ഒന്നാകുമ്പോഴാണ്. അതിനാണ് സൗത്താപൂസ എന്ന് പറയുന്നത്, സംസർഗം. അങ്ങനെയുള്ള ഒരൊന്നാകൽ ദൈവവും മനുഷ്യനുമായിട്ട് ആയിരിക്കുകയാണ്. അതാണ് യെശയ്യാ 54:5 പറയുന്നത്, ഞാനാണ് നിന്റെ ഭർത്താവ്, നിന്റെ കർത്താവ് തന്നെ നിന്റെ ഭർത്താവ്. നിന്റെ ഭർത്താവ്, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവം, സൃഷ്ടാവായ ദൈവം നമ്മെ തൻ്റെ ജീവിത പങ്കാളിയാക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിൻ്റെ ജീവനും നമ്മളുമായിട്ട് സൗത്താപൂസ, സംസർഗത്തിൽ ആക്കിയിരിക്കുന്നു. ഇത് യെശയ്യാ പറയുന്നത് ഇസ്രായേലിനോട് പറയണതായിട്ടാണ്. യെശയ്യാ 53 കഴിഞ്ഞിട്ടല്ലേ 54? എന്താ അതിൻ്റെ അർത്ഥം? 53 കഴിഞ്ഞിട്ടല്ലേ 54 എന്ന് പറഞ്ഞാൽ 53 എന്താ? യെശയ്യാ 53 എന്താ? യേശു ക്രിസ്തുവിന്റെ പീഡാസഹനത്തെ കുറിച്ചുള്ള പ്രവചനമാണ്, അല്ലേ? പീഡാനം. അറക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവൻ കൊണ്ടുപോയി, അവൻ ഉരിയാടിയില്ല, നിങ്ങളുടെ പാപങ്ങളാണ് ഞാൻ ഏറ്റെടുത്തത്. അപ്പോൾ 53 കഴിഞ്ഞു. ഈശോ മനുഷ്യരുടെ പാപങ്ങൾക്കുള്ള ബലിയർപ്പണത്തിൻ്റെ സൂചനയാണ് അവിടെ. എന്നാൽ അത് ഇസ്രായേലിനോടുള്ള പ്രവചനമായിട്ടാണ്. എന്നിട്ട് 54 കഴിയുമ്പോൾ ഉയർപ്പായി. പിന്നെ സുവിശേഷത്തിൻ്റെ കാലഘട്ടം ഇതാണ്. 60-61 കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, സുവിശേഷം അറിയിക്കാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിനോട് തന്നെ പറയാണ്, നിങ്ങളുടെ അധപ്പതിച്ച അവസ്ഥയിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയാക്കിയിരിക്കുന്നു. മുൻപ് വായിച്ച വചനം, നിങ്ങളുടെ കർത്താവാണ് നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. അത്രയ്ക്ക് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മൾ പാപികളായിരിക്കുകയും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എന്തിനാണ്? നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച്
നമ്മൾ വിശുദ്ധീകരിച്ച് വീണ്ടും ജനിപ്പിച്ച് ഈശോയുടെ പുനരുദ്ധിത ശരീരത്തിൽ ആക്കി നമ്മളെയുമായിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ അങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈശോയുടെ അപ്പോൾ ഈ കുർബാനയുടെ അവസാനത്തെ പ്രാർത്ഥനകളും ഗാനങ്ങളിലേക്ക് വരുമ്പോഴേക്കും പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ നഗരത്തിൽ മാലാഖമാരൊത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ കുർബാന പുസ്തകം ഇപ്പം അച്ഛൻ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാവരും കൈകൂപ്പിന്ന് ആശീർവാദം സ്വീകരിക്കുക, ഇങ്ങനെ എപ്പോഴും പറയാറ്. അപ്പോൾ ഈ അവസാന ഭാഗം വരുമ്പോൾ കുർബാന പുസ്തകം നോക്കണില്ല, കുർബാന പുസ്തകം നമ്മൾ നോക്കണില്ല. കാരണം നമ്മളിപ്പോൾ ആശീർവാദം സ്വീകരിക്കാണല്ലോ. ഈ കുറച്ച് വർഷം മുമ്പാണ് ഞാൻ ചെറുപ്പം മുതലേ കുർബാന പുസ്തകം, എൻ്റെ അപ്പൻ, ഞങ്ങൾ 10 മക്കളാണ്, 2 കുഞ്ഞുങ്ങൾ നേരത്തെ സ്വർഗത്തിലേക്ക് പോയി. ഞങ്ങൾ 8 മക്കളെയും കൊണ്ട് മുമ്പിൽ തന്നെ വന്നിരുന്ന് കുർബാന പുസ്തകം തന്ന് കുർബാനയ്ക്ക് കൂട്ടിക്കുമായിരുന്നു. പക്ഷേ അവസാനം അച്ഛൻ പറഞ്ഞിടത്ത് കുർബാന പുസ്തകം അടച്ചു വയ്ക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ എൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു വീക്ഷണം ഭീതി കലർന്ന യുഗാന്ത്യത്തിൽ നിന്നായിരുന്നു. എങ്ങനെ? ഭീതി കലർന്ന യുഗാന്ത്യം. ഒരിക്കലിങ്ങനെ ഈ സമയത്ത് കുർബാന പുസ്തകം തുറന്ന് പിടിച്ചു നോക്കിയടാ, ഭീതി കലർന്നല്ല. ആഹാ, എന്താണ് കേൾക്കണേ? പ്രീതി കലർന്ന. ഒരുപാട് പേരുടെ ചിന്ത ഈ യുഗാന്ത്യം ഭയങ്കര ഭീതിയിലാണില്ലേ, നമ്മളെയൊക്കെ വാർത്ത് പൊരിക്കും, നമ്മളെ നരകത്തിൽ കൊണ്ടുപോകും, നമ്മളെ ശിക്ഷിക്കും, ഭീതി. അപ്പം അങ്ങനെ ആൾക്കാർ പറയണോണ്ടായിരിക്കാം ഭീതി കലർന്ന. പിന്നെയാണ് അത് വായിച്ചപ്പോൾ പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ മാലാഖമാ ഒത്തുവലം ഭാഗം നിങ്ങൾ കരുളട്ടെ. അപ്പോൾ ഇത് ഇപ്പൊ തന്നെ നമ്മൾ ദൈവത്തിന്റെ വലത് ഭാഗത്താണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എഫെസോസ് 2:6. എഫെസോസ് 2:6. യേശുക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. ഇത് ചെയ്യുന്നല്ല പറയണേ, നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പോകുന്നു വിചാരിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് എടുത്ത് വായിച്ച ആ വചനം. ഞാനിത് പറയണതിൻ്റെ കാര്യം പലരും ഈ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, അങ്ങനൊരു വചനം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തവർ, തിയോളജിയൻ ആയ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛോ ഈ വചനം ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറയാണ്, റോമിലാണ് ഇപ്പോഴും. അച്ഛൻ പറയണം, തോമസ് പോലെ ഇത് ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് രജിസ്റ്റർ ആയില്ല. അതങ്ങോട്ട് രജിസ്റ്റർ ആയിട്ടില്ല. ഇവിടെ എൻ്റെ ഫോണിൽ നോക്കുമ്പോൾ സിം ഈസ് നോട്ട് രജിസ്റ്റേർഡ്. ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. സിമ്മിനകത്തുണ്ട്, കുറച്ചങ്ങോട്ട് നീങ്ങിയ കണക്ഷൻ കിട്ടും. ഇവിടെ മുറിയുടെ അകത്ത് എന്ന് കഴിഞ്ഞാൽ ഫോൺ വിളിക്കുമ്പോൾ നോട്ട് രജിസ്റ്റേർഡ്. അപ്പം ഈ വചനങ്ങളൊക്കെ നമ്മളിലുണ്ട്, പക്ഷെ നോട്ട് രജിസ്റ്റേർഡ്. അത് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ
നമ്മൾ പണ്ട് CD അല്ലേ, CD ഒക്കെ ഉപയോഗിച്ചിരുന്നപ്പോൾ ആ CD-യിൽ റെക്കോർഡ് ചെയ്യും. 2 തരം റെക്കോർഡിംഗ് ഉണ്ട് CD റെക്കോർഡിംഗ്. ഒന്ന് ഇറേസബിൾ, അത് മാറ്റാം. മറ്റൊന്ന് അൺഇറേസബിൾ, ഒരിക്കൽ റെക്കോർഡ് ചെയ്താൽ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതിന് CD ബേണിംഗ് എന്നാണ് പറഞ്ഞത്, ബേണിംഗ്. അപ്പം നമ്മുടെ CD-കൾ, ഞാൻ യൂറോപ്പിൽ ചെന്ന ഉടനെ തന്നെ കർത്താവ് പറഞ്ഞ് എല്ലാം മോഡേൺ ടെക്നിക്ക് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ കാസറ്റ് റെക്കോർഡ് ചെയ്ത് എല്ലാം അന്നന്നത്തെ ക്ലാസ് അന്നന്ന് റെക്കോർഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ പറയും, തോമസ് പോൾ മരിക്കും, പക്ഷേ ഈ CD ഒന്നും മരിക്കില്ല, ആ ശബ്ദം മരിക്കില്ല. അത് റെക്കോർഡ് ചെയ്ത രജിസ്റ്ററാണ്. എനിവേ, അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഈ ഒരു വചനം, ഈ എഫേസോസ് 2:6 ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പരീക്ഷണത്തിന്, ഒരു റിസർച്ചിന് വേണ്ടി ചോദിക്കുകയാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ ഇതിനു മുമ്പ് രജിസ്റ്റർ ആയിട്ടുണ്ടോ? ഈ ഒരു കാര്യം രജിസ്റ്റർ ആയിട്ടുണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ ഉണ്ട്. അവിടെ ഒരു സഹോദരി. വേറെ എത്ര പേര് അങ്ങനെ രജിസ്റ്റർ ആയിട്ടുണ്ടോ? ഇത് വളരെ പ്രധാന ഒരു കാര്യമാണ്. ഇപ്പൊ രജിസ്റ്റർ ആയോ? ഇനി ഇത് മായോ? ഇനി മാറ്റാൻ പറ്റില്ല. ഒന്നൊരു വായിച്ചത്, യേശുവിനോടൊപ്പം അവിടുന്ന് നമ്മെ ഉയർപ്പിച്ചു, സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എങ്ങനെ അവനോട് കൂടെ ഉയർത്തു? നമ്മൾ അവനോട് കൂടെ ജനിച്ചു, അല്ലെങ്കിൽ ഈശോ ജനിച്ചപ്പോൾ തന്നെ അവൻ്റെ ശരീരത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു. ഈശോ കുരിശിൽ, ഈശോ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എൻ്റെ കൂടെ ഞാൻ ആകർഷിക്കും, ഉയർത്തും. ഏതാണത്? യോഹന്നാൻ 12:34 നോക്കി. യോഹന്നാൻ 12 ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എൻ്റെ കൂടെ ഉയർത്തും. അപ്പോൾ അത് ആരംഭിച്ചിരിക്കുന്നത് കുരിശിലാണ്. എത്രയാണ് വചനം? 32. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അപ്പം അതിനെക്കുറിച്ച് കാറ്റഗിസത്തിൽ പഠിപ്പിക്കുന്നത്, ആ ഉയർത്തപ്പെടൽ സ്വർഗാരോഹണത്തിൽ മാത്രമുള്ള ഉയർത്തപ്പെടലല്ല, കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എൻ്റെ ശരീരത്തിൽ ഞാൻ കുരിശിലേക്ക് കയറ്റും. എന്നിട്ട് കുരിശിൽ ആ ശരീരത്തെ ഞാൻ വിശുദ്ധീകരിച്ച് അടക്കി സംസ്കരിച്ച്, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയണത് ഉയർപ്പ്. ഓക്കെ, ഇനി ഞാനിതെല്ലാം പറയാൻ കാരണം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ആക്റ്റീവ്, പക്ഷെ പറഞ്ഞു, ഒന്ന് ഡോഗ്മാറ്റിക് ഫെയ്ത്ത്, ഒന്ന് ആക്റ്റീവ് ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആക്ഷനാണ്. വിശ്വാസം തലയിലുണ്ടാകണം, ഹൃദയത്തിലുണ്ടാകണം, എന്നാൽ പ്രവൃത്തിയിലുണ്ടാകണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനും വേറൊരു ആളും കൂടി സ്റ്റേജിൽ നിൽക്കുകയാണ്, ശുശ്രൂഷ ചെയ്യാണ്, ആരാധന വിളിച്ചു വെച്ച് രോഗശാന്തി ശുശ്രൂഷ നടത്തുകയാണ്. അപ്പോൾ കർത്താവ് കൃത്യമായിട്ട് എന്നെ കാണിച്ചു തരികയാണ്. ഇപ്പോൾ ഒരാളുടെ തോളിലെ വേദന കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അപ്പം എൻ്റെ കൂടെ ആളോട് ഞാൻ പറഞ്ഞു, ഇപ്പം എങ്ങനെ സന്ദേശം പറയുന്നത്, കർത്താവ് ഒരാളെ തോളിലെ വേദന സൗഖ്യപ്പെടുത്തുന്നുണ്ട്. അയ്യോ, അതൊന്നും അങ്ങനെ പറയുന്നത് വേണ്ട, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സൗഖ്യമായില്ലെങ്കിലോ, ആൾ വന്നില്ലെങ്കിലോ? ഞാൻ പറഞ്ഞില്ല, എന്തീ പറയണത്? അപ്പം എനിക്ക് മനസ്സിലായത് ആ വിശ്വാസത്തിൻ്റെ വ്യത്യാസം കണ്ടോ.
ഇത് ഞാൻ നമ്മളൊരു വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് പറയാണ്. ഇപ്പം എന്നിട്ട് പതുക്കനെ ഞാൻ പറഞ്ഞു, അയ്യോ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കർത്താവ് കൃത്യമായിട്ട് പറയുകയും എന്നോട് പറയാണ് ചെയ്തത്. അപ്പോൾ പുള്ളി പറയുന്ന ബ്രദർ പറഞ്ഞു എന്നും പറഞ്ഞ ആളങ്ങ് മുങ്ങി. അത് പോയി അവിടെ. സാരമില്ല, വിശ്വാസത്തിൽ എല്ലാവരും ഒരേമാതിരി അല്ലല്ലോ. ശുശ്രൂഷകൻ എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ടാകേണ്ട വിശ്വാസം എന്താ? കർത്താവ് ശുശ്രൂഷയുടെ മധ്യത്തിൽ ഇതുപോലെ ആക്റ്റീവാണ്. കർത്താവാണ്. അവൻ അവരോട് കൂടെ പ്രവർത്തിച്ചു, അടയാളം കൊണ്ട്. അപ്പോൾ ഈ യൂറോപ്യൻ സമൂഹമാണ്. ഞാനിത് പറഞ്ഞ ഉടനെ തന്നെ അവിടുന്ന് ഒരു പെണ്ണ് ഓടി വരികയാണ്. അയ്യോ അതെൻ്റേതാണേ, ഈ കുറേ ദിവസമായിട്ട് എൻ്റെ ഈ ജോയിൻ്റ് ഫ്രോസൺ ആയിട്ടിരിക്കായിരുന്നു, മൂവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഫ്രീ ആയി. എന്നാലോചിച്ച് നോക്കിയാ, ഈ ജോയിൻ്റ് ഇങ്ങനെ ഫ്രോസൺ ആയിട്ടിരിക്കാം, ഇപ്പോൾ ഫ്രീ ആയി എന്ന് പറഞ്ഞ് ഓടി വന്ന അവൾ ഭയങ്കര വികാരഭരിതയായിട്ടങ്ങ്. അപ്പോൾ ആളുകളെല്ലാം കൈയടിച്ച് എല്ലാവരിലും വിശ്വാസം വളർന്നു. ആ ഒരു സംഭവം മതി, വിശ്വാസം എല്ലാവരിലും വളരും. ശരപരം സ്തുതിച്ചത് ഇപ്പം എന്തോ സംഭവിക്കുന്നുണ്ട്. ശരപര ഹരപര 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 ശരപര ഹരപര 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 ശരപര ഹരപര 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 ഹരപര. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഇപ്പോൾ അതുപോലെ തന്നെ തോളിൽ വേദനയുള്ള ആരും ഉണ്ട് ഇവിടെ. അതുപോലെ തോളിൽ വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. അതാ ഒന്ന് വന്ന ചേട്ടൻ ഒന്ന് നോക്കട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ കൂടെ ശുശ്രൂഷ ചെയ്യാൻ. സന്ദേശം കിട്ടുന്നത് കറക്റ്റ് കിട്ടണം, കറക്റ്റ് ടെസ്റ്റിഫൈ ചെയ്യണം, കറക്റ്റ് ആളുകൾ ഓടി വരണം. ഭയം ഇവിടെ വന്നിട്ട് ഇന്നലെ തൊട്ട് എനിക്ക് തോളിന് നല്ല വേദനയായിരുന്നു. നല്ല വേദന വെച്ചാൽ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത വേദനയുണ്ടായിരുന്നു. ഇപ്പോൾ ആ വേദന സൗഖ്യപ്പെടുത്തി കർത്താവ്. മകനെ, നിനക്ക് അത്ഭുത രോഗശാന്തിയുടെ വരം തരുന്നു. അത്ഭുത രോഗശാന്തിയുടെ വരം പ്രവചനം വന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു ഇത് സംഭവിക്കുന്നു? അപ്പോ ഇപ്പോ എല്ലാവർക്കും എഴുന്നേറ്റ് കുറച്ച് കൂടുതൽ സമയം സ്തുതിക്കാം. നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന് ഒരു മിനിറ്റ് ഇരിക്കും, ഒരു കാര്യം പറഞ്ഞ് തീർന്നില്ല. അതായത് ഈ എഫേസോസിലെ ഒരു പ്രധാന ഘടകം ഈ 2-ാം അധ്യായത്തിൽ ഇത് പറയുമ്പോൾ ഇത് 1-ാം അധ്യായത്തിൽ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ്. 1-ാം അധ്യായത്തിൽ എഫേസോസ് ഭയങ്കര വളർച്ചയ്ക്കുള്ള പ്രബോധനമാണ്. 1:17 മുതൽ 20 വരെ ഒന്ന് വായിച്ചേ, എന്നിട്ട് നമ്മൾ സ്തുതിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. 7 തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവന്റെ പ്രാഭവപൂർണമായ പ്രവർത്തനങ്ങൾക്കനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവർത്തിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത്
ഈ ശക്തിയാണ്. Praise the Lord. കണ്ടോ, ഈ അവസാനമാണ് കാര്യം പറയണത്. അവസാനമാണ് കാര്യം പറയണത്. എന്താണ്? വിശ്വാസികളിൽ പ്രവർത്തിക്കുന്ന ആക്റ്റീവ്, വിശ്വാസത്തിൻ്റെ ആക്റ്റീവ് എന്ന് പറയുന്നത് വിശ്വാസികളിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. എന്താണ് ആ ശക്തി? ആദ്യം അതിനെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. അതിനു മുമ്പ് അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് 3 പാർട്ടായിട്ടാണ് ഇത് വിവരിച്ചത്. ഒന്ന്, അവസാനം ആ ശക്തിയെക്കുറിച്ച് പറയണം. അതിനു മുമ്പ് ആ ശക്തിയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നു. അതിനു മുമ്പ് ആ ശക്തി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് അപ്പം അവിടെ മുതൽ ഒന്നുകൂടി എടുത്ത് എന്താണ് അത് പറയണത്? നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ഒരു രഹസ്യം ഇതാണ്. 17 ഒന്നുകൂടി വായിച്ച്, അവിടുത്തെ ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഇത് വലിയൊരു കണക്കാണ്. അപ്പോ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, വെളിപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വെളിപാട്, ഞാൻ പറഞ്ഞു വെളിപാട്, റെവലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെളിപാട് എന്ന് പറഞ്ഞാൽ എന്താണ്? റീവെയിലിംഗ് എല്ലാം നമ്മുടെ അകത്തുണ്ട്, പക്ഷെ ഒരു മറയിലാണ്. കർത്താവ് നമ്മളിലുണ്ട്. രക്ഷാകര സംഭവം മുഴുവനും സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നും സംഭവിക്കാനില്ല, എല്ലാം പൂർത്തിയായി. പക്ഷേ അതെല്ലാം ഒരു മറയിലാണ്. ഈ മറ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലും മനസ്സിലും ബുദ്ധിയിലും ഈ മറ മാറ്റുന്നതിനെയാണ് റീവെയിൽ. ഈ വെയിൽ, ഇതൊരു വെയിലാണ്, കണ്ടോ? ഈ വെയിൽ ഇങ്ങനെ മാറ്റണം. റീവെയിൽ, അതിനെയാണ് വെളിപ്പെടുത്തുന്നു. ഇതാണ് ഫരിസേയർക്ക് ഇല്ലാണ്ട് പോയത്. അവരെ കുറ്റം പറയല്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് വിജ്ഞാനത്തിൻ്റെ താക്കോൽ തന്നിട്ടുണ്ട്, പക്ഷേ അവര് താക്കോല് പോക്കറ്റിൽ വെച്ച് നടക്കാണ്. അവരോ കയറുന്നില്ല, മറ്റുള്ളവരെ കേൾക്കുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ അതിനകത്ത് ചിലർക്കൊക്കെ കയറാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ആ സമരിയക്കാരി സ്ത്രീ കണ്ടില്ലേ? അവള് കയറി. ആര് കയറ്റി? കർത്താവ് അവളോട് നേരിട്ട് ചെന്ന് സംസാരിച്ചു. അപ്പൊ അവള് പറയാണ് അവസാനം, മെസ്സിഹ വരും എന്ന് ഞങ്ങൾക്കറിയാം. അവൻ വരുമ്പോൾ അവൻ ഞങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പൊ കർത്താവ് പറയാണ്, ഞാനാണ് അവൻ. ലോകം മുഴുവനും നോക്കിയിരുന്ന ആള് മെസ്സിഹ, അതെ, നിന്നോട് സംസാരിക്കുന്നവൻ. ഒട്ടും സംശയിക്കണ്ട. അതാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതിയത്. യോഹന്നാൻ വയസ്സായി ഒരു 90 വയസ്സെങ്കിലും ആയപ്പോഴാണ്. പക്ഷെ യോഹന്നാന് മറക്കാൻ പറ്റാത്തൊരു കാര്യം ആണ് ആദ്യം എഴുതിയേക്കുന്നത്. എന്താ? അപ്പോൾ 4 മണി സമയമായി. അപ്പോൾ 4 മണി സമയമായിരുന്നു.
എന്താ അയാൾക്ക് മറക്കാൻ പറ്റില്ല. എന്താ മറക്കാൻ പറ്റാത്തത്? ഈശോയെ ആദ്യം കണ്ട ആ നിമിഷം. ഈശോയുമായിട്ട് നിങ്ങൾക്ക് ഒരു കണ്ടുമുട്ടൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായി കാണണമല്ലോ, ഇല്ലെങ്കിൽ ഉണ്ടാകണം. ഞാൻ എപ്പോഴും പറയില്ല, ഞാൻ ട്രെയിനിലിരുന്നപ്പോഴാണ് ആദ്യമായിട്ട് എനിക്കൊരു അഭിഷേകം ഉണ്ടായി. എന്നിൽ ഈശോ സംസാരിച്ചതും ദൈവസ്വരം കേട്ടതും എനിക്കത് മറക്കാൻ പറ്റില്ല. ഞാൻ പെണ്ണ് കാണാൻ പോയത് 11 മണിക്കായിരുന്നു. എനിക്കത് മറക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഭാര്യയെ ആദ്യം കണ്ട നിമിഷം എനിക്ക് മറക്കാൻ പറ്റില്ല. നല്ല പ്രിയൊരു മാങ്ങ പഴുത്തത് കൊണ്ടുവന്ന് എനിക്ക് തന്നു. നിങ്ങൾക്ക് എങ്ങനെയാ നിങ്ങൾ പെണ്ണ് കാണാൻ പോയത് മറക്കണ്ടോ? മറക്കോ? നിങ്ങളെ കാണാൻ വന്നത് മറക്കോ? എന്ന പോലെയാണ് കർത്താവിനെ ആദ്യം കണ്ട നിമിഷം യോഹന്നാനെ സംബന്ധിച്ചുള്ള. ഓക്കെ, ഇനി പറയാൻ വന്നത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ്. അപ്പൊ യോഹന്നാൻ മാത്രമല്ലായിരുന്നല്ലോ, യോഹന്നാന്റെ കൂടെ ഇവർ 2 പേരിങ്ങനെ ഓടി നടക്കണം. അപ്പൊ യോഹന്നാൻ മാവന്താന പറഞ്ഞു, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് ദൈവം. അപ്പൊ ഈ ആളെ കുറിച്ച് യോഹന്നാൻ മാവന്താന ഇവരോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ യോഹന്നാനും അന്ത്രയോസും പറഞ്ഞു, എന്നാ ഞങ്ങള് അവരുടെ കൂടെ പോയിക്കോട്ടെ, നമ്മുടെ ടീം മാറട്ടെ. ഇവിടെ പലയിടത്തും അങ്ങനെയൊക്കെ നടക്കാറുണ്ടല്ലോ, ഒരു ടീമിലുണ്ടായിരുന്ന ആൾ പിന്നെ വേറെ ടീമിലേക്ക് പെട്ടെന്ന് പോകണം എന്ന മാതിരി. അപ്പോൾ നമുക്കത് ഇഷ്ടമല്ല, നമ്മുടെ ടീമിലുള്ള ആൾ വേറെ ടീമിൽ പോകണത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ യോഹന്നാൻ പറയാണ്, പോയിക്കോ. നമ്മുടെ ടീമായല്ല ആ ടീം. യോഹന്നാനെ എന്തിനാ വിളിച്ചേക്കണത്? വഴിയൊരുക്കാനാണ് വിളിച്ചേക്കണത്. ഞാൻ കുറയണം, അവൻ വളരണം. പോയിക്കോ, താ പോകുന്നു. അങ്ങനെ ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ ടീം വിട്ട് യോഹന്നാനും അന്ത്രയോസും ഒരു വിധത്തിൽ ഓടുകയാണ് പുറകെ. ഈശോ ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കാം. പെട്ടെന്ന് ഈശോ തിരിഞ്ഞു ചോദിച്ചു, നിങ്ങൾ എന്താ അന്വേഷിക്കണേ? നിങ്ങൾ ആരെയാണ് അന്വേഷിച്ചെന്ന് വായിച്ചത്? 1:39-35. അടുത്ത ദിവസം യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഇതാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ആദ്യം പറഞ്ഞ വാക്ക്. എന്ന് പറഞ്ഞ എല്ലാവരും നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഉച്ചത്തിൽ പറഞ്ഞേ, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് ഇത് യോഹന്നാനോടും അന്ത്രയാസിനോടും മാത്രമായിട്ട് പറഞ്ഞതായിട്ടല്ല. ഇത് ഈശോ മനുഷ്യവംശത്തിനോട് മുഴുവനായിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു. അതായത് എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ അവരുടെ സൃഷ്ടാവായ ദൈവത്തിനോട് തേടുന്ന ഒരു അന്വേഷണത്തിൻ്റെ ഒരു അവസ്ഥ ദൈവം കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെ ആത്മാവിനും. ഇപ്പൊ അവരിങ്ങനെ നടക്കാണ് ലോകത്തിന്റെ മുഴുവനും. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടന്നു ഞാൻ തിരഞ്ഞു, ഈശ്വരൻ വിജനമായ ഭൂമിയുമിൽ അവസാനമെന്നിലേക്ക് ഞാൻ. അവിടെയാണ് കണ്ടെത്തൽ. ഓക്കെ, ഇവിടെ സമയം പോവാണ്. ഇവിടെ വിഷയം ഇപ്പോൾ യോഹന്നാനും അന്ത്രയോസും ഈശോയെ കണ്ടിട്ടുണ്ടായ 2 കാര്യം. ഒന്ന്, യോഹന്നാന് ഭയങ്കര നിർവൃതി, ഞാൻ കണ്ടെത്തി. അപ്പോൾ
ഇനി യോഹന്നാൻ പറ്റി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് വിട്ടില്ല ഈശോയെ, എനിക്ക് ഇവിടെ ഇരുന്നാൽ മതി. അതാണ് കോൺടെംപ്ലേറ്റീവ് കോൾ എന്ന് പറയുന്നത്. എന്നാൽ അന്ത്രയാസിന് നേരെ വിപരീതം. അവനവിടെ ഇരിക്കാൻ പറ്റണില്ല. എന്തി പറയണത്? ലോകം മുഴുവനും ഇദ്ദേഹത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. എനിക്ക് ഉടനെ പോയിട്ട് പറയണം, എനിക്ക് ഉടനെ ഇവിടുന്ന് പോകണം, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റണില്ല. എന്നിട്ട് യോഹന്നാൻ അവിടെ നിന്ന് ഓടി ആദ്യം തന്റെ സഹോദരനായ സൈമൺ പത്രോസിനോട് പറയാനായിട്ട് ഓടുക. എന്നിട്ട് കടപ്പുറത്ത് വന്നപ്പോ അവനവിടെ മീൻ പിടിക്കാൻ, ഞങ്ങൾ മിശിഹായെ കണ്ടു, we found the Messiah. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒരു ഓട്ടമാണ്. ഇതാണ് മിശിഹായെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സുവിശേഷ കുതിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മിശിഹായെ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാവുന്ന രണ്ട് എഫക്റ്റ്. ഒന്ന്, പറ്റിപ്പിടിച്ചിരിക്കാൻ, ഒന്നായിരിക്കാൻ. രണ്ട്, ഇതെല്ലാവരോടും പ്രഘോഷിക്കാൻ. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യത്തെ. അപ്പോൾ ഇവിടെ ഈ ഒരു കുതിപ്പ് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ഈ കണ്ട മിശിഹ, ഇനി എഫേസോസിലേക്ക് വരാം. ആ കണ്ട മിശിഹ ഉയർത്തെഴുന്നേറ്റ് നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഉയർത്തെഴുന്നേറ്റ മിശിഹ വെറും ഒരു തത്വമല്ല, ഒരു മിത്തോളജി അല്ല. മിത്ത് പല മതങ്ങളുണ്ട്, അതെല്ലാം വെറും മിത്താണ്. മിത്ത് സത്യമല്ല, അതൊരു ഭാവനയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു സത്യമാണ്. സത്യം, ഐ ആം ദ ട്രൂത്ത്. സത്യം ഒരു വ്യക്തിയാണ്. ഐ ആം ദ ട്രൂത്ത്. സത്യം ഒരു വ്യക്തിയാണ്. സത്യം വെറും ഒരു തത്വമല്ല, ഒരു ലിഖിത നിയമമല്ല, ഒരു വ്യക്തിയാണ്. ഏതാണ് ആ വ്യക്തി? ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ആ വ്യക്തിയെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ആ വ്യക്തി നമ്മുടെ ആത്മാവിലുണ്ടോ? ആ വ്യക്തി നമ്മുടെ ആത്മാവിൽ അനുഭവമായിട്ടുണ്ടോ? അതാണ് വിഷയം, വിശ്വാസം. ഞാനൊരു പാട്ട് എഴുതിയത് ഇങ്ങനെയാണ്. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നൊരു പാട്ടാണ്. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു. എല്ലാ ജാതി മതസ്ഥരിലും യേശു ക്രിസ്തു വാഴുന്നു, അതാണ് സ്വർഗരാജ്യം. ഈ ക്രിസ്തു നമ്മളിലുണ്ട്. ആ അനുഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇനി ഒന്നുകൂടി വായിച്ച 1:17 എഫേസോസ് 1:17. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും. ഇവിടെ വീണ്ടും പൂർണ്ണമായ അറിവ്. ഇവിടെ ഈ അറിവ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റലക്ച്വൽ നോളജ് അല്ല, അല്ലെങ്കിൽ അത് മാത്രമല്ല. അത് വീണ്ടും സൗത്താപ്പുസ, പുരുഷൻ സ്ത്രീയെ അറിഞ്ഞു, അല്ലെങ്കിൽ അവൾ പുരുഷനെ അറിഞ്ഞിരുന്നില്ല. അല്ലേ? അറിവ് എന്ന് പറയുന്നത് വീണ്ടും ഒന്നാകുന്ന ഒരവസ്ഥയാണ്. ദൈവവും മനുഷ്യനും. ഓക്കെ, ഇനി പറയാൻ വന്നത്, അപ്പോൾ ഒന്ന് നമ്മൾ ജ്ഞാനത്തിന് വേണ്ടിയും വെളിപാട്, ഇത് പ്രധാന ഒരു രഹസ്യമാണ്. എന്താ ഈ വെളിപാട്? പരിശുദ്ധാത്മാവേ എനിക്ക് വെളിപാട് തരണേ, എനിക്ക് വെളിപ്പെടുത്തി തരണേ.
എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. നിങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥനയിലും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ, കുർബാന സ്വീകരിച്ചപ്പോഴാണ് എമൗസിലേക്ക് പോയ അവർ രാവിലെ മുതൽ ഈശോ പറഞ്ഞതെല്ലാം കേട്ട് അവരുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നു. പക്ഷെ അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷെ അവനെ കാണാനില്ല. അവനോട് പോയി എവിടെ പോയി? അവനെവിടെ പോയി? എങ്ങനെ പോയി അവൻ്റെ ഉള്ളിലേക്ക്? അപ്പമായി മാറി. അതാണ് കർത്താവിൻ്റെ പ്രത്യേകത. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശരീരം ആത്മീയ ശരീരമാണ്. അതിന് എന്ത് വേണമെങ്കിലും ആകാം. അതിന് ഈ മകനിലൂടെ അകത്തേക്ക് വരാം. നമ്മൾ വിചാരിക്കേണ്ട ഈശോ ഉയർത്തത് കല്ലറ തുറന്നു വന്നതാണെന്ന്. കല്ലറ തുറക്കാതെ തന്നെ, കല്ലറ അത് കഴിഞ്ഞിട്ട് പിന്നീട് മാലാഖമാർ വന്ന് തുറന്നത്. ഈശോ കല്ലറ തുറക്കാതെ തന്നെ പുറത്തു വരാൻ പറ്റും. അതാണ് ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൻ്റെ, ഉയർത്തെഴുന്നേറ്റ ശരീരം സൂക്ഷ്മം, ലഘുത്വം, പിന്നെന്താണ്? അക്ഷയം, സൂക്ഷ്മം, ലഘുത്വമുള്ളതാണ്. അപ്പോ അപ്പോഴാണ് ഇപ്പം എനിക്ക് നിങ്ങളുടെ അകത്ത് വരാൻ പറ്റും. നമ്മളൊരു മോർട്ടൽ ബോഡി ആയിരിക്കുന്ന സമയത്ത്, നമ്മുടെ ഈ ശരീരമായിരിക്കുന്ന അവസരത്തിൽ നമുക്ക് ഒരാളുടെ അകത്ത് വരാൻ പറ്റുമോ? ഇല്ല. ഈശോ പലസ്തീനായിൽ ജീവിച്ചിരുന്ന ആ ഈശോയ്ക്ക് ആ അവസ്ഥയിൽ നമ്മുടെ അകത്ത് വരാൻ പറ്റില്ല. ഈശോ നമ്മുടെ അകത്ത് വരാൻ വേണ്ടി സ്വർഗീയ ശരീരമായി മാറി. അപ്പൊ നമ്മൾ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നത് ഈശോയുടെ ഉയർത്തെഴുന്നേറ്റ ശരീരമാണ്. എന്നാൽ ആ ഉയർത്തെഴുന്നേറ്റ ശരീരം ഉയർക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന അവസ്ഥ ആ ശരീരത്തിനുണ്ട്. പക്ഷെ നമ്മുടെ അകത്തേക്ക് വരാൻ വേണ്ടി ഉയർത്തെഴുന്നേറ്റ ശരീരമായി. അതാണ് ഏതു തരത്തിലുള്ള പ്രത്യാശ. അപ്പോൾ ആ ഉയർത്തെഴുന്നേറ്റ ശരീരം അവർ ഭക്ഷിച്ചു കഴിഞ്ഞ വഴി ഇവരുടെ സകല വിഷമം മാറി. അവര് ആകെ വിഷമിച്ച്, ഞങ്ങൾ ഇത്രയും നാളും വിചാരിച്ചിരുന്ന ഈശോനെ അവർ കൊന്നുകളഞ്ഞു, ഞങ്ങൾ വിചാരിച്ച ആള് വലിയ ആള്. അവരുടെ മനസ്സ് തളർന്നു വന്ന അവർ ഭയങ്കര ശക്തി കൊണ്ട് നിറഞ്ഞുകൊണ്ട് വിജയശ്രീലാളിതരായിട്ട് ജെറുസലേമിലേക്ക് മടങ്ങുകയാണ്. കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞങ്ങൾ അവനെ കണ്ടു. സത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് സുവിശേഷ കുതിപ്പ്. അതാണ് സുവിശേഷം. സുവിശേഷം ആദ്യം പ്രഘോഷിച്ചത് അവിടെ നിന്നാണ്. ഉയർപ്പ്, കർത്താവിൻ്റെ ഉയർപ്പ്. പക്ഷെ എങ്ങനെ പ്രഘോഷിക്കാൻ പറ്റും? അപ്പോ ഈ ജീസസ് ഓഫ് നാസറത്ത് എന്നുള്ളൊരു ഫിലിം ഉണ്ടല്ലോ, അത് കാണണം. അത് യൂട്യൂബിലൊക്കെ ഉണ്ട്. അതിൻ്റെ അവസാനം മഗ്ദലന മറിയം മദട്ട്, അപ്പം ഇവര് അപ്പസ്തോലന്മാര് കഥ കടച്ചിരിക്കുകയാണ്. അതൊന്നും എടുക്കാം. യോഹന്നാൻ 20:19. യോഹന്നാൻ 20:19 അവർ അന്ന് വൈകുന്നേരം സായനമായപ്പോൾ അവർ ശിഷ്യന്മാരെ ഭയന്ന് കഥകടച്ചിരിക്കെ. യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ. കാരണം അവരുടെ ഗുരുവായ ഈശോയെ അവർ കൊന്നു കുഴിച്ചിട്ടു. ഞങ്ങൾ അന്വേഷിച്ച് നടക്കായിരിക്കും എന്ന് വിചാരിച്ച്, ഒന്ന് മുഴുവൻ വായിച്ച്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു. ശ്രദ്ധിക്കണം. ഇവരെല്ലാവരും ഭയന്നിരിക്കുകയാണ് മുറിയിൽ. അപ്പൊ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട വാക്ക് കഥ അടച്ചിരിക്കെ.
പേടിച്ച് വിറച്ച് കഥ അടച്ചിരിക്കെ പെട്ടെന്ന് അവരുടെ മധ്യത്തിൽ ഒരാൾ വന്ന് നിൽക്കണം. അപ്പൊ പത്രോസ് ചോദിച്ചു, ആരാ ആരാ കഥ തുറന്നേ, കഥ തുറന്നേ? ഞാൻ തുറന്നില്ല. നീ തുറന്നോ? ഇല്ല, ഞാൻ തുറന്നില്ല. പിന്നെ ആരാ കഥ തുറന്നേ? കഥ അടഞ്ഞല്ലേ ഇരിക്കണേ. ശരിയാണല്ലോ. പിന്നെ ഇയാളെങ്ങനെ അകത്ത് വന്നു? ഇതെന്തും കഥ അടഞ്ഞിരിക്കുക, ആളതിനകത്ത് വന്നു. അപ്പൊ സൂക്ഷിച്ചു നോക്കിയപ്പോഴേ ഈശോ ഈ കൈകളിലെ ആണിപ്പഴുത് കാണിക്കുകയാണ്. ആലോചിച്ച് നോക്കി, ആ നിമിഷം, ആ സമയത്ത് ആലോചിച്ച് നോക്കി അവർക്കുണ്ടാകുന്ന വികാര വിഭാവങ്ങൾ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എൻ്റെ പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കും. ഇവര് ഓടിപ്പോയതോ ഇവര് തിരസ്കരിച്ചതോ ഒന്നും കർത്താവ് പറയണില്ല. അതൊക്കെ പിതാവ് പ്ലാൻ ചെയ്തതനുസരിച്ച് സംഭവിച്ചതാണ്. അതെല്ലാം മറക്കും. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും അവരുടെ മേൽ വിശ്വസിക്കും. അപ്പൊ ഈ വിശ്വാസമാണ് ആദ്യത്തെ വിശ്വാസത്തിൻ്റെ വ്യത്യസ്തമായ ഒരു പുതിയ വിശ്വാസം. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായ വിശ്വാസം ഒന്ന്, ഇപ്പോൾ വീണ്ടും മനുഷ്യനെ പുനർസൃഷ്ടിക്കുകയാണ്, പുതുജീവൻ നൽകുകയാണ്. പെന്തക്കോസ്ത് ഇതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റ്, കഥകളച്ചിരിക്കെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് ഈ കരിങ്കല്ലിന്റെ മതിലിലൂടെ അകത്തു വരാം. അങ്ങനെയെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ സൗഖ്യം കിട്ടുന്നുണ്ടെങ്കിൽ ഹൃദയം തുറക്കണം, ഹൃദയം തുറക്കണം. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹൃദയം തുറന്നില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അടഞ്ഞു കിടക്കണ ഹൃദയത്തിലേക്ക് കർത്താവ് കടന്നു വരും, കടന്നു വന്നിട്ടുണ്ട്, അവിടെ ഉണ്ടാവും. അന്വേഷിക്കും, കാണും. നമ്മളിനി ഇങ്ങനെ പറയണ്ട, അയ്യോ നീ ഹൃദയം തുറന്നാലേ അനുഭവം ഉണ്ടാവുള്ളൂ. അതല്ല വിശ്വാസം. കർത്താവ് ആരാന്ന് വിചാരിച്ചേ? അടഞ്ഞു കിടന്ന കതക് അഥവാ കോൺക്രീറ്റ് റൂമിൻ്റെ അകത്ത് കർത്താവിന് കടന്നു വരാം എന്ന പോലെ എത്ര ഭയാനകമായ നിരീശ്വരവാദിയുടെ അകത്തും എത്ര അന്ധകാര പീഡിതമായ വ്യക്തിയുടെ അകത്തും കർത്താവിന് കടന്നു വരാം. വിശ്വസിക്കൂ. ഓക്കെ, ഇനി എഫെസോസ് 1:18 വായിക്കാം. 18 പറയുന്നത് എന്താ? ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് അറിയാനും. കണ്ടോ, എന്താണ് നമ്മളുടെ വിളിയുടെ പ്രത്യാശ? എന്താ നമ്മുടെ വിളി? വിശുദ്ധർക്ക് അവകാശമായി. വിശുദ്ധർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ വിശ്വാസി, ഒരു വിശ്വാസിക്ക് ഒരു അവകാശമുണ്ട്. വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാൻ ആണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വം എന്താണ്, അതിന്റെ സമൃദ്ധി എന്താണ്? സമൃദ്ധി എന്താണത്? ഭയങ്കര സസ്പെൻസിൽ നിർത്തിയേക്കാം, പറയല്ല, വിശേഷിപ്പിക്കുകയാണ്. സമൃദ്ധി എന്താണെന്നും മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. വെറുതെ മനസ്സിലാവില്ല. ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ.
ഇതൊക്കെ നമ്മുടെ ഹോംവർക്കാണ്. നമ്മൾ ശരിക്ക് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കാൻ വിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കണം. ഈശോയെ നീ തന്നെ പ്രകാശിപ്പിക്കണേ. ആ എമ്മാവൂസിലെ ശിഷ്യന്മാരെ പ്രകാശിപ്പിച്ച പോലെ ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണേ. എന്നിട്ടാണ് പറയുന്നത്, അതുവഴി അവന്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. ഒരു കാര്യം പറഞ്ഞിട്ടില്ല, അതിന്റെ വിശേഷിപ്പിക്കൽ കണ്ടോ. വിശ്വാസികളായ നമ്മിലേക്ക് ഒരു ദൈവിക ശക്തി പ്രവഹിക്കുന്നു. നമ്മളെ ഇത് വല്ലതും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ വിശ്വാസിയാണ്. എന്താ വിശ്വാസിയായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത? ഒന്ന്, ആ ശക്തി അപരിമേയമായ ശക്തിയാണ്, അതിന് അതിരുകളില്ല, സർവാധിപനാണ്. സങ്കീർത്തനം 90 പറയുന്നത് അനാദി മുതലേ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. അതായത് ഈ ശക്തി അനാദി മുതൽ അനന്തത വരെ ഉള്ളതാണ്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും ഒരാൾ, ആൽഫായും ഒമേഗായും ഒരാൾ. ഞാനാകുന്നു പുനരുത്ഥാനം, അന്ത്യദിനത്തിൽ സകല മനുഷ്യരെയും ഉയർപ്പിച്ച് പിതാവിനോടൊപ്പം തൻ്റെ ശരീരത്തിൽ തന്നോടൊന്നാക്കി പിതാവിന് കാഴ്ചവെക്കാൻ പോകുന്നവൻ ഇവൻ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ളവൻ. ആണ് അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. എന്നിട്ട് പറയാണ്, എല്ലാവരും വായിച്ചേ, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ പിതാവിന്റെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, ഈ ശക്തിക്ക് 2 ഭാഗമാണ്. ആദ്യ ഭാഗം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതായത് മരിച്ച് ഡെഡ് ബോഡി ആയിട്ട് കിടക്കണ ഒരാളെ നമ്മളൊന്ന് ചിന്തിക്കൂ. ഡെഡ് ശവപ്പെട്ടിയിൽ കിടക്കണം എന്ന മാതിരി കിടക്കായിരുന്നു ഇയാൾ. യാതൊരു ആക്ഷനും പോസിബിൾ അല്ല, ഡെഡ്. എന്നാൽ ആ മനുഷ്യനെ ക്രിസ്തുവിനെ ആ മനുഷ്യൻ എന്താണ് മരിച്ച ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്നല്ല എഴുതിയേക്കണേ അവിടെ, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. എന്താ അതിന്റെ അർത്ഥം? ഈ മരിച്ച ക്രിസ്തു സകല മരിച്ചവരോടും ചേർന്നു പാതാളത്തിലേക്ക് ചെന്നു. പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഈ മരിച്ച ക്രിസ്തു സകല മരിച്ചവരോടും കൂടെ ചേർന്നു. എന്നിട്ട് ആ മരിച്ചവരിൽ നിന്ന് ഈ ക്രിസ്തുവിനെ ഉയർപ്പിച്ചിരിക്കുകയാണ്. കണ്ടോ, വാക്ക് ശ്രദ്ധിച്ചോ, മരിച്ചവരിൽ നിന്ന്. കാരണം ക്രിസ്തുവിന്റെ ശരീരത്തിൽ എല്ലാവരും ഉണ്ട്, ആദം മുതലുള്ള എല്ലാവരും ഉണ്ട്. ക്രിസ്തു മരിച്ചപ്പോ ക്രിസ്തുവിനോടൊപ്പം അവരും മരിച്ചു, നമ്മൾ മരിച്ചു. അങ്ങനെ ആ മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചതിൽ പ്രവർത്തിച്ച ശക്തി. ഉയർപ്പിച്ചു എന്ന് പറയുമ്പോൾ ഉയർപ്പിച്ചിട്ട് ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ലോകവ്യാപകമായി മാറി, സർവാധിപനായി മാറി. അതിന് ട്രാൻസെൻഡന്റ് എന്ന് പറയും. ട്രാൻസെൻഡന്റ് ടൈം ആൻഡ് സ്പേസ്, സമയവും കാലത്തിൻ്റെയും പരിധിയിൽ നിന്ന് അപ്പുറത്തായി. ഈ മരിച്ച ക്രിസ്തു മരിച്ചവരിലേക്ക് ചെന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തുമ്പോൾ
അവൻ ആൽഫായും ഒമേഗായുമായി മാറി. അങ്ങനെയുള്ള ആ സംഭവം, അതിൽ പ്രവർത്തിച്ച ശക്തി വിശ്വാസികളായ ഓരോരുത്തരിലും ഉണ്ടെന്ന്. മനസ്സിലായോ? എന്തോ ഒരു വിസ്മയമാണ്. ഇനി അതതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൂ. ഇതാണ് ഇവിടെ 2 പാർട്ടുണ്ട്. എന്താണ്? അങ്ങനെ ഉയർത്ത ആ ശക്തി, അതിനേക്കാൾ വലിയൊരു ശക്തിയാണ് അടുത്ത സ്റ്റെപ്പ്. ആ മരിച്ച് ഉയർപ്പിക്കുകയും അടുത്തത് സ്വർഗത്തിൽ അവിടത്തെ വലതുവശത്ത് ഇരുത്തുകയും. അപ്പോൾ ഈ ഉയർത്തെഴുന്നേറ്റ ഈശോയെ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു പ്ലേസ് അല്ല, ഈ പ്രപഞ്ചം മുഴുവനിലേക്കും. പിതാവിന്റെ വലതുഭാഗം എന്ന് പറഞ്ഞാൽ ഈ സർവവ്യാപിയായ ദൈവത്തിന് വലതും ഇടതും എന്താ? അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മെജസ്റ്റി, ദൈവത്തിൻ്റെ രാജകീയത. ദൈവത്തിൻ്റെ രാജകീയത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോൾ വാട്സപ്പ് നമ്മൾ വാട്സപ്പ് അക്കൗണ്ടുള്ള ആൾക്ക് ഒരു മെസ്സേജ് ലോകത്തിൻ്റെ എവിടെയുള്ള വേറെ ഒരു വാട്സപ്പുകാരനും അയക്കാമില്ലേ? കാരണം എന്താ? ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഇതിനുമായിട്ട് കണക്റ്റഡ് ആണ്. കോടാനുകോടി വാട്സപ്പ് അക്കൗണ്ട് ഒരു സൂപ്പർ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഈ ഗ്രാമത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് ന്യൂയോർക്ക് പട്ടണത്തിലുള്ള ഒരു വാട്സപ്പുമായിട്ട് ടക്കെന്ന് കണക്റ്റാണ് അല്ലേ? എന്തുകൊണ്ടാ? ഒരു സൂപ്പർ കമ്പ്യൂട്ടറുമായിട്ട് ഇതെല്ലാം കണക്റ്റഡാണ്. ഇങ്ങനെ മനസ്സിലാക്കും. അപ്പോൾ ഈശോ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടു, ഈശോ രാജാവായി എന്ന് പറഞ്ഞാൽ ഈ അണ്ഡകടാഹങ്ങളെ മെനഞ്ഞെടുത്ത ദൈവം, അതിൻ്റെ സകല ഈ സൗരയൂഥം, ഈ നക്ഷത്രങ്ങൾ, ഈ പ്ലാനറ്റുകൾ, ഇതിൻ്റെ എല്ലാം മാത്രമല്ല ഈ ഉറുമ്പും ഈ പാമ്പും ഈ ജീവജാലങ്ങളും ഈ നദിയിലും കടലിലുമുള്ള ഇവയെല്ലാത്തിൻ്റെയും കൺട്രോളിംഗ് പവർ ആയി മാറി. ഈ പ്രകൃതിയുടെ, ഈ കാറ്റിൻ്റെ, ഈ മഴയുടെ. അതാണ് ഈശോ യാത്ര ചെയ്യാണ് വള്ളത്തിൽ ഈശോ കിടന്നുറങ്ങണം. അപ്പൊ ഈ സൂപ്പർ കമ്പ്യൂട്ടറാണ്. അങ്ങേർക്കൊന്നിനെ കുറിച്ചും ആകുലതയില്ല, അതെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ് പ്രോഗ്രാം. അങ്ങേര് വള്ളത്തിൽ കിടന്നുറങ്ങണം. പെട്ടെന്ന് കടൽക്ഷോഭമുണ്ടായി. അവിടെ വള്ളത്തിൽ വെള്ളം കയറി, ഭയങ്കര കൊടുങ്കാറ്റ്, തിരമാലകൾ ഉയർന്നു. ശിഷ്യന്മാരാകെ ഭയന്നു. അവര് മുക്കുവന്മാരാണ്, എന്നിട്ട് പോലും അവർ ഭയന്നു. എല്ലാവരും കൈവീശി കാണിച്ചേ ഹല്ലേലൂയ. മുക്കുവന്മാർക്ക് പോലും ഭയം. കാരണം നമ്മൾ മരിക്കാൻ പോകും, കർത്താവേ എനിക്ക് ഉടനെ എന്ന് പറഞ്ഞ് തട്ടി ഉണർത്തി. ഈശോ കോട്ടുവായിക്കിട്ട് എണിച്ചിട്ട്, അല്പവിശ്വാസികൾ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ നിങ്ങളുടെ ബോട്ടിലുള്ളപ്പോൾ ഈ ബോട്ട് മുങ്ങോ? അതാണ് വിശ്വാസത്തിൻ്റെ ഒരു കാര്യം. അന്ന് അവർക്കതറിയില്ല. ഈശോ ആ തിരമാലകളെ നോക്കിയിട്ട് പറഞ്ഞു, ശാന്തമാകും. ടപ്പുന്ന തിരമാലകളൊക്കെ ശാന്തമായി. അപ്പോ വള്ളത്തിലുണ്ടായ ആൾക്കാർ, വള്ളപ്പണിക്കാരാകാം, അവര് ഇവനാര്? എന്നിട്ട് ആ വചനം ലൂക്ക 8:22 ഇവനാണ് കാറ്റിനോടും വെള്ളത്തോടും ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ. എല്ലാവരും നേരിട്ട് പറഞ്ഞേ,
ഇവൻ ആരാണ്? ഇവനാൽ കാറ്റിനോടും വെള്ളത്തോടും അവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ. ഈ കാറ്റിനോടും വെള്ളത്തിനോടും അവൻ കൽപ്പിക്കുമ്പോൾ അവ ഇവന് എന്താ വിചാരിക്കുന്നത്? അവിടെ അനുസരിക്കണം. ഇവനാര്? എന്തുകൊണ്ടാ അവ ഇവരെ അനുസരിക്കണേ? എന്തുകൊണ്ടാണ് ഈ കാറ്റും വെള്ളവും ഇവനെ അനുസരിക്കുന്നത്? എന്തുകൊണ്ടാണ്? എന്താ പറയാത്ത? ഉത്തരം പറയാത്ത എന്താ? എന്തുകൊണ്ടാണ് കാറ്റും കോളും ഇവനെ അനുസരിക്കുന്നത്? അവരെ സൃഷ്ടിച്ച കർത്താവാണ് ഈ നമ്മുടെ വള്ളത്തിൽ അഥവാ നമ്മുടെ ഉള്ളത്തിൽ. നമുക്കൊരു സ്തുതിപ്പ് നൽകി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇപ്പോൾ നമ്മൾ സ്തുതിക്കാൻ പോകുന്നത് ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ആരാണ് ഈ നിത്യസ്തുതിക്ക് അർഹനായവനെന്ന് സംക്ഷിപ്തമായിട്ട് മനസ്സിലായി. ഇനി ഈ ബോധ്യത്തിൽ നമ്മളങ്ങ് സ്തുതിക്കും. കുറച്ച് കൂടുതൽ നേരം സ്തുതിക്കാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചങ്ങ് സ്തുതിക്കുക. അങ്ങനെ നമ്മളിലെ ഈ ആന്തരിക നയനം പ്രകാശിച്ച് കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് ഇത്രയും വിസ്മരണീയമായ കർത്താവിനെ ഞങ്ങളിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അതിനങ്ങ് അനുവദിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നമായി അങ്ങ് സ്തുതിക്കുക. ഭാഷാവർഗം സ്തുതിക്കുക. പ്രവചനങ്ങൾ വരുമ്പോൾ അങ്ങ് പ്രവചിക്കണം. ആരും കേൾക്കണമെന്നില്ല, അങ്ങ് പ്രവചിക്കുക, അതവിടെ നടന്നോളും. അതുപോലെ പുതിയ ഭാഷകൾ വരുമ്പോൾ അങ്ങ് വിട്ടുകൊടുക്കുക. റെഡി? കമാൺ, എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് നമുക്ക് ആദ്യം ജീവജലത്തിൻ്റെ അരുവിയായതൊന്ന് തുടങ്ങാം. അത് തുടങ്ങിയിട്ട് ആത്മാവിൽ ജ്വലിച്ചുകൊണ്ട് അങ്ങ് സ്തുതിക്കണം. യെസ്, റെഡി? Nihaya,
പ്രവചനം വരുന്നുണ്ട്. ശ്രദ്ധിക്കുക. കർത്താവ് ഒരു പ്രവചനം തരുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. പ്രവചനം വരുന്നു. എന്റെ മക്കളെ, ഞാൻ നൽകിയിരിക്കുന്ന അത്ഭുത വരദാനങ്ങളെ പൂർവാധികം ശക്തിയോടെ ഞാൻ തുറക്കുന്നു. ഈ പ്രവചനത്തിന്റെ സ്ഥിരീകരണത്തിനായിട്ട് കർത്താവ് ഒരു സന്ദേശം തരുന്നു. ആരുടെയോ ഹൃദയവേദന ഇപ്പോൾ കർത്താവ് എടുത്ത് മാറ്റുന്നു. ഹൃദയത്തിന് വേദന ഉണ്ടായിരുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. കൺഫർമേഷനായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഹൃദയവേദന, ഹൃദയത്തിൽ വേദനയുള്ള ഒരാളെ? ഒന്നുകൂടെ വരാമോ? രണ്ടുപേരുണ്ട് ഇവിടെ. ഹൃദയവേദനയുള്ള ആരെങ്കിലും? 2-3 പേര്. വാ, കം. നന്ദി പറയണം. നന്ദി പറഞ്ഞാലും മതിയായ കർത്താവേ, എന്നെ വിളിച്ചതിനായിരുന്നു നന്ദി പറയണം. കർത്താവേ, ജർമ്മപ്രധാന ദിവസം 21 പറഞ്ഞ് നിങ്ങളെ കുറിച്ച് ഒരു പ്രധാന പദ്ധതി എന്റെ മനസ്സിലുണ്ടായി. നിങ്ങളുടെ വികാസത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് സുഖമായ ഭാവിയും പ്രത്യാശയ പദ്ധതി. കർത്താവെ, ഇവിടെ നിന്നെ വിളിച്ചാൽ നന്ദി പറയുക കർത്താവെ. നന്ദി പറഞ്ഞാലും മതിയായ കർത്താവെ, എനിക്കായിരുന്നു നന്ദി പറയുക കർത്താവെ. എന്നെ വിളിച്ചതിനായിരുന്നു നന്ദി പറഞ്ഞു കർത്താവെ. എന്നോട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറ് കർത്താവെ. ഇപ്പൊ എന്തുണ്ടായേ? ഹൃദയത്തിലൊരു ഇടിപ്പായിരുന്നു. ഇപ്പൊ അത് മാറി. പിന്നെ എന്റെ പെടലിക്ക് വേദന മാറി. ഇന്നു മുതൽ നീ പ്രാർത്ഥിക്കുവിൻ. അനേകം വൈദികരും ബിഷപ്പുമാരും വരെ അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും. ഇന്ന് രാവിലെ മുതൽ എനിക്ക് ഈ നെഞ്ചിൻ്റെ ഭാഗങ്ങൾ ഭയങ്കര ശക്തിയായ വേദനയായി. എനിക്ക് ഇതിനെ കിടന്നുറങ്ങ് വൈകിയിട്ട് നേരത്തെ ഇരിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര അസ്വസ്ഥയായിരുന്നു. അവിടെ വന്നിരുന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റാത്ത വല്ലാത്ത വിഷമായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം വെള്ളം കുടിച്ചു. വല്ലാത്ത വേദനയായിരുന്നു. ഇപ്പോൾ ഈ സുഖിപ്പിൻ്റെ സമയത്ത് ഞാനങ്ങ് ഫ്രീ ആയി ആ വേദനയെ കെട്ടുകളൊക്കെന്നായിരുന്നു. അപ്പൊ ഇതൊരു അടയാളമാണ്. ഈ കിങ് ജീസസ് മിനിസ്ട്രീസിലൂടെ ബ്രദർ സാബു അരുതോട്ടിലും ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ നടത്താൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പുതിയ ശുശ്രൂഷയെ കുറിച്ചുള്ള കൺഫർമേഷൻ. അത് ബിഷപ്പുമാർക്കും വൈദികർക്കുമായിട്ട് അവരിൽ വരദാനങ്ങൾ വളരുന്നതിനുള്ള ഒരു ശുശ്രൂഷ. നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി ഒന്നുകൂടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതിനുവേണ്ടി മോൻ ശക്തമായ മാധ്യസ്ഥം വഹിക്കണം. നിന്നെ പ്രത്യേകം അഭിഷേകം ചെയ്തു ബിഷപ്പുമാർക്കും വൈദികർക്കുമായിട്ട്
അവരെ വരദാനങ്ങളിൽ വളർത്തുന്നതിന്, സഭയ്ക്ക് പുതിയ കാഴ്ചക്കാർ, സഭയ്ക്ക് പുതിയ മുഖമുണ്ടാവുന്നതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Praise the Lord. Praise the Lord. ഹലബല 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 ഹലബല. രാവിലെ വന്നപ്പോൾ മുതൽ എൻ്റെ ചെങ്ങിൻ്റെ ഇടത് സൈഡിലായത് ഒരു വലിയ ഭാരം, ഒരു കല്ലിങ്ങനെ കെട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ സ്തുതിൻ്റെ ഇടയ്ക്ക് അതിങ്ങനെ ഫ്രീ ആയി, ഞാൻ മൊത്തം ഫ്രീ ആയ ഒരു ഫീലിംഗ്. Praise the Lord. അപ്പൊ ഇത് നമ്മൾക്ക് കിട്ടിയ സന്ദേശം ഇതാണ്, പ്രവചനം ഇതാണ്. ഷാബു അർദോട്ടിലിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ശുശ്രൂഷ ആരംഭിക്കണം. കർത്താവ് അരുളി ചെയ്യുന്നു. അത് പ്രത്യേകിച്ച് വൈദികരും ബിഷപ്പുമാരും അവരിലുള്ള വരദാനങ്ങൾ തുറക്കുന്നതിനും അങ്ങനെ അവരുടെ എല്ലാ അത്ഭുത വരദാനങ്ങളിലൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും ഈ മകനെ അതിനുവേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. മകനെ ഇന്ന് ഞാൻ പ്രത്യേകം അഭിഷേകം ചെയ്യുന്നു. വൈദികർക്കും ബിഷപ്പ്മാർക്കുമായി പ്രാർത്ഥിക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷയ്ക്കായിട്ട്, ഈ പുതിയ ശുശ്രൂഷയ്ക്കായിട്ട് ഞാനിതാ ഇതിലൂടെ അഭിഷേകം തുറക്കുന്നു. നാല് പേരെ കർത്താവ് ഈ അടയാളം തന്നിരിക്കുന്നു. വർഷങ്ങളായിട്ട് പോച്ചിലും നെഞ്ചിന് വേദന ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കി, വേദന ഇപ്പോൾ ഇല്ല. Praise the Lord. Hallelujah, 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 hallelujah. ഈശോ തന്ന ഈ സന്ദേശത്തിന്റെ അടയാളമാണത്. സന്ദേശം എന്താണ്? ഈ മിനിസ്ട്രി വൈദികർക്കും ബിഷപ്പുമാർക്കുമായിട്ട് പ്രത്യേക ഒരു ശുശ്രൂഷ തയ്യാറാക്കും. അതിലൂടെ അവരിലുള്ള അത്ഭുത വരദാനങ്ങൾ പ്രവർത്തനമാകും. അതിന്റെ അടയാളമാണത്. ഈശോയെ മകനെ അതിനുവേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നിരന്തരം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അഭിഷേകം ചെയ്യുന്നു. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സ്തുതിച്ച് ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമാവും പ്രവചനം സ്വീകരിക്കൂ. ശ്രദ്ധിക്കണം. ജന്മനായുള്ള രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക അഭിഷേകം തുറക്കുന്നു. ജന്മനായുള്ള രോഗങ്ങൾ, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, അതുപോലെ ജന്മനായുള്ള രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ. ജന്മനാ ഗർഭമാത്രമില്ലാത്തവർക്ക് ഇല്ലായ്മയിൽ നിന്ന് സകലവും സൃഷ്ടിച്ച കർത്താവിന് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? ജന്മനായുള്ള കുറവുകളെ സൗഖ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയരട്ടെ. ഇപ്പോ ശക്തമായ വയറുവേദനയുള്ള ആരെയോ സൗഖ്യപ്പെടുത്തുന്നു. വയറുവേദന ആരാണത്? വരും. ഇനി ആരെങ്കിലും
ആരെങ്കിലും ഈ സന്ദേശത്തിൻ്റെ കൺഫർമേഷനാണ്, ഈ പ്രവചനത്തിൻ്റെ കൺഫർമേഷനാണ്. ഇന്ന് രാവിലെ മുതൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. നമ്മൾ സ്തുതിക്കാൻ പറയുമ്പോൾ മുതൽ എൻ്റെ വയറ് ഇങ്ങനെ എന്തോ കിടന്നിങ്ങനെ കലങ്ങുന്ന മാറ്റി തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഈ വയറ്റിൽ എന്തോ ഇങ്ങനെ ചാടി പോകുന്നത് എന്തോ ഇപ്പം വളരെ ഫ്രീയാണ്, വളരെ ഫ്രീയാണ്. എൻ്റെ വയറ്റിൽ ഇപ്പോൾ ഒന്നുമില്ല. ഞാൻ ഈശ്വര തൊട്ട് സുഖപ്പെടുത്തി വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ജന്മനായുള്ള അംഗവൈകല്യങ്ങളെ കർത്താവ് സൗഖ്യപ്പെടുത്താൻ പറ്റുമോ? എന്താ എല്ലാവരും ഉച്ചത്തിലൊന്ന് പറയാത്തേ? പറ്റുമോ? ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ അതിനുവേണ്ടി ശക്തമായ ഒരുക്കം വേണം. മകനെ, നിന്നെ അതിനുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ അഭിഷേകം ചെയ്യുന്നു. ജന്മനാ ഉള്ള രോഗങ്ങൾ സൗഖ്യമാകുന്നതിനുള്ള മധ്യസ്ഥ പ്രാർത്ഥന. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരാൾ കൂടിയിട്ട് നല്ല തോന്നണേ. വയറിന് വേദന മാറിയ, ഇപ്പോൾ വയറിന് വേദന മാറിയ ഒരാൾ കൂടി ഉണ്ടോ ഇവിടെ? ചിലപ്പോൾ ഓൺലൈനിലായിരിക്കും. വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് വയറ്റിൽ ഭയങ്കരമായി ഗ്യാസ് കെട്ടിയിട്ട് ആകെ ഭയങ്കരമായ അസ്വസ്ഥതയായിരുന്നു. 2-3 ദിവസമായിട്ട് അതായിരുന്നു. ഇപ്പോൾ അത് ഫ്രീ ആയി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് അടയാളമാണ്. അവൻ അവരോടൊപ്പം പ്രവർത്തിക്കുകയും അടയാളങ്ങൾ സഹിതം അവരുടെ പ്രബോധനങ്ങളും സന്ദേശങ്ങളെ സ്ഥിരീകരിച്ചു. അപ്പൊ ഈ പ്രവചനത്തിന്റെ സ്ഥിരീകരണം ഇപ്പോൾ തന്നെ തന്നിരിക്കുകയാണ്. എന്താണ് ഈ പ്രവചനം? ജന്മനായുള്ള രോഗങ്ങളും അംഗവൈകല്യങ്ങളും കർത്താവ് സൗഖ്യപ്പെടുത്തും. എന്തിനു പറയുന്നു? ഇപ്പൊ വന്ന പ്രവചനമാണ്. എന്താ പ്രവചനം? ജന്മന ഗർഭപാത്രമില്ലാതെ പിറന്നവർക്ക് ഗർഭപാത്രം ഉണ്ടാവും. അങ്ങനെയുള്ള അതുണ്ടായിട്ടുണ്ടോ നമ്മുടെ ശുശ്രൂഷയിൽ? എടുത്തു മാറ്റിയതുണ്ട്. എന്താ പറഞ്ഞേ? വർഷങ്ങൾ മുമ്പ്. വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇനി ഉണ്ടായിക്കൂടാ? അപ്പൊ അതിന് ഞാനിതേമാതിരി വർഷങ്ങൾക്ക് മുമ്പ് കാല് നീളം കുറഞ്ഞവരുടെ കാലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നീളം കൂടായി ജന്മന. പക്ഷെ പിന്നെ അതങ്ങ് സാവധാനം ഉണ്ടാവണില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ അതിൽ നിന്ന് സാവധാനം പിന്നോട്ട് പോയി. അപ്പോൾ ഈശോ പല സ്ഥലത്ത് ജന്മനാ അന്ധനായവൻ, ജന്മനാ മുടന്തനായവനെയാണ് ആദ്യം മകനെ, നിന്നെ അതിന്റെ അഭിഷേകം തരുന്നു ഈ ശുശ്രൂഷയ്ക്കായിട്ട്. ജന്മനാ ഉള്ള രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നതിന് മധ്യസ്ഥം പ്രാർത്ഥിക്കാനും അതിനെ പ്രാർത്ഥിക്കാനും അങ്ങനെ നിന്നിലൂടെ സംഭവിക്കട്ടെ. സണ്ണി കൈയടിച്ച് കർത്താവ് ഒന്നുകൂടി സ്തുതിച്ച് നമുക്ക് എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഉടനെ ഭക്ഷണം കഴിക്കാൻ പോകാം. ഒന്ന് സ്തുതിച്ച് നന്ദി പറയുക. ഈ രണ്ട് വലിയ ശുശ്രൂഷ ഒരു സങ്കീർത്തനം പാടാം. 57 സങ്കീർത്തനത്തിലെ അത്യുന്നതനായ 57 ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് സഹായം
ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. ഇരിക്കാം. നമ്മൾക്ക് ഇനി ഭക്ഷണം കഴിക്കാൻ പോകാം. ഭക്ഷണം കഴിച്ച ഉടനെ തിരിച്ചു വരിക. തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മൾ ഇന്നലത്തെ ഗ്രൂപ്പിലുണ്ടായ സംഭവങ്ങളെല്ലാവരും 7 ഗ്രൂപ്പുകാരും ആ ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സോ അല്ലെങ്കിൽ അത് പറയാൻ പ്രാപ്തിയുള്ളവർ വന്നത് അവതരിപ്പിക്കുക. അതുകൂടാതെ ഇത്രയും ഈ 2 ദിവസം അല്ലെങ്കിൽ 2.5 ദിവസത്തിൽ നിങ്ങൾക്കുണ്ടായ പ്രത്യേക അനുഭവങ്ങൾ കുറച്ച് പേര് വേറെ ഒന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ അതിനകത്ത് എനിക്ക് വരിക. ഇപ്പോൾ ഓൺലൈൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവർക്കെല്ലാവർക്കും വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്നവരും ഇനി കേൾക്കാൻ പോകുന്നവരും അവരിലുള്ള എല്ലാ വരദാനങ്ങളും തുറക്കട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം. ഓൺലൈനിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരും പങ്കെടുക്കാനുള്ളവരുമായ എല്ലാവരിലും കർത്താവേ അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകട്ടെ, അത്ഭുത അഭിഷേകം ഉണ്ടാകട്ടെ, അവരിലുള്ള വരദാനങ്ങൾ തുറക്കട്ടെ. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഞാനത് കേട്ട് നിങ്ങൾക്ക് ഉത്തരം തരാം, സംശയം മാറ്റാം. അത്യാവശ്യമെങ്കിൽ വിളിച്ച് നേരിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ വാട്സപ്പ് നമ്പർ 00919447196033 00919447196033. Praise the Lord. God bless you. Amen. Amen. 00919447196033.